ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഗ്ലോബൽ ഈക്വിറ്റീസ് മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ US മാർക്കറ്റിലെ ഡൗ ജോൺസും നാസ്ഡാക്കും S&P 500 ഒക്കെ കഴിഞ്ഞ ദിവസം 1% കൂടുതലുള്ള ഫോളിലേക്കാണ് പോയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഏഷ്യൻ മാർക്കറ്റിലെ കോസ്പി, ഹാങ്സങ്, ഷാങ്കായ് ഈ ഇൻഡെക്സുകളൊക്കെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ജപ്പാന്റെ നിക്കി 225 മാത്രമാണ് പോസിറ്റീവ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് ടോട്ടൽ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ US ടെക് സ്റ്റോക്കുകളിൽ പുതുതായിട്ട് ഉടലെടുത്ത ഹെവി സെൽ ഓഫ് അത് ഒരു കാരണമാണ്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം US മാർക്കറ്റിൽ വന്നിട്ടുള്ള ജോബ് ഡാറ്റ അത് വളരെ വീക്കായിരുന്നു. ഇതുകൂടാതെ ആമസോണിൻ്റെയും ആൽഫബറ്റിൻ്റെയും ഒക്കെ ഏണിങ്സ് അത് മാർക്കറ്റിൽ സെൽ ഓഫിന് കാരണമായിട്ടുണ്ട്. അതേപോലെ തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള സ്പെൻഡിങ്ങിൽ ടെക് കമ്പനികൾ നടത്തുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് വലിയ ആശങ്കയാണ് മൊത്തത്തിൽ വേൾഡ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ കൂടുതൽ ആഴത്തിലേക്കുള്ള ഒരു സെൽ ഓഫിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ആൻഡ്രോപിക്കിൻ്റെ പുതിയ AI ടൂൾ അത് ട്രഡീഷണൽ AI സോഫ്റ്റ്വെയർ കമ്പനികളിൽ ഉയർത്തിയിട്ടുള്ള ആ ഒരു ഭീഷണി ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ടെക് സ്റ്റോക്കുകളിലുള്ള ആ ഒരു സെൽ ഓഫിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സെക്ടോറൽ ഇൻഡെക്സുകളിൽ ഏറ്റവും താഴോട്ടേക്ക് വന്നിട്ടുള്ളത് നിഫ്റ്റി IT സ്റ്റോക്കുകൾ തന്നെ. അപ്പോൾ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളാണ് നമ്മൾ ഈ IT സ്റ്റോക്കുകളിൽ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷാർപ്പ് ഫോൾ കാരണം നിഫ്റ്റി IT ഇൻഡെക്സ് ഏകദേശം 3% ഇൻട്രാഡേയിൽ ഫോൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ ആന്ത്രോപിക്കിൻ്റെ AI ടൂള് ലോഞ്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ 9% മൊത്തം ഫോളാണ് ഇന്ത്യൻ IT ഇൻഡെക്സിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ട് ഈ IT ഇൻഡെക്സ് മാറിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ 4 മാസത്തെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ആഴ്ചയിലൂടെയാണ് ഈ IT സ്റ്റോക്കുകൾ കടന്നു പോകുന്നത്. ഇന്ന് അതുകൂടാതെ മോർണിംഗ് സെഷനിൽ നമ്മൾ കാണാൻ കഴിയും ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ശക്തമായ ഫോളാണ് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് ട്രേഡിങ്ങിൻ്റെ അവസാന സെഷനിൽ ഈ ഗോൾഡും സിൽവറും ഒരു റിക്കവറി ചെയ്യുന്നതായിട്ട് കാണാം. ഇന്ന് ഫൈനലായിട്ട് നമ്മൾ ഈവനിങ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അത് സപ്പോർട്ട് ലെവലിൽ നിന്ന് ഉയർന്നുകൊണ്ട് ഇപ്പോൾ $4,900 പെർ ഔൺസ് എന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള $5,100, $5,200 ആ ഒരു ലെവൽ തീർച്ചയായിട്ടും നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ സിൽവറിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും 5% ഒരു റൈസ് അവസാന ഘട്ടത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ആ 70-75 ലെവലിലുള്ള അതിൻ്റെ ആ ഒരു സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് 75-ന് മുകളിലേക്ക് ഇപ്പോൾ സിൽവറിൻ്റെ പ്രൈസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഈ സിൽവർ പ്രൈസിൽ നമ്മൾ കാണുന്നത് 85-88 ലെവലാണ്. അപ്പോൾ 100-105 ലെവലിലൊക്കെ സിൽവർ പ്രൈസ് ഇനിയും പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ പാർഷ്യലായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിക്കൊണ്ട് റിസ്ക് മാനേജ് ചെയ്യേണ്ട ആവശ്യമാണ് ഇത് ഉയർത്തുന്നത്. കാരണം ഡോളർ ഇൻഡെക്സ് ഇന്ന് മോർണിംഗ് സെഷനിൽ പോസിറ്റീവ് ആയിരുന്നു. ആ സമയത്ത് ഗോൾഡും സിൽവറും ഡൗൺ ആയിരുന്നു. എന്നാൽ ഈവനിങ് ആയപ്പോൾ ഡോളർ ഇൻഡെക്സ് ഡൗൺ ആവുകയും ഗോൾഡും സിൽവറും ഉയരുകയും ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇന്ന് ആക്ച്വലി 97.82 എന്ന ലെവലിൽ ഡോളർ ഇൻഡെക്സ് ഉണ്ടായിരുന്നു. അതാണ് ഒടുവിൽ ഇപ്പോൾ താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ചസ് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഈ അസറ്റ് ക്ലാസ്സുകളിൽ വരാനുള്ള ഒരു കാരണം മസ്കത്തിൽ നമുക്കറിയാം അവിടെ ഇറാനും US തമ്മിലുള്ള ന്യൂക്ലിയർ ടോക്സ് ഓൾറെഡി ഇന്ന് ആരംഭിച്ചിരുന്നു. അപ്പോൾ ആരംഭിച്ചതൊരു പോസിറ്റീവ് നോട്ട് ആണെങ്കിലും ഇപ്പോൾ ഒടുവിൽ വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. കാരണം ഈ ഒരു സമവായ ചർച്ചയിൽ ഒരു തീരുമാനത്തിലെത്താൻ സാധ്യതയില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂസുകൾ സൂചിപ്പിക്കുന്നത്. കാരണം അമേരിക്ക ഇപ്പോൾ അവരുടെ പൗരന്മാർക്ക് ഒരു അർജന്റ് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇറാനിൽ നിന്ന് അവർ ഇവാക്യുവേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് മൊത്തത്തിൽ മാർക്കറ്റിനെ ഒരു പാനിക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണിപ്പോൾ സേഫ് ഹെവനിലേക്ക് പോകാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഗോൾഡിലും സിൽവറിലും ഉണ്ടായ ഈ ഒരു മൂവ് ഇതിൻ്റെ ഭാഗമായിരിക്കാം. അറ്റ് ദ സെയിം ടൈം ഡോളർ ഡൗൺ ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾ മോർണിംഗിൽ ഒരു വീക്ക് നോട്ടിലാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് RBIയുടെ മോണിറ്ററി പോളിസി സഞ്ജയ് മൽഹോത്ര അനൗൺസ് ചെയ്തപ്പോൾ മാർക്കറ്റിൽ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റിപ്പോ റേറ്റ് ഏതായാലും കുറച്ചിട്ടില്ല. അത് 5.25 എന്ന ആ ഒരു പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ന്യൂട്രൽ പോളിസി സ്റ്റാൻസാണ് RBI പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ അതിനോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള പല കമൻട്രികളും വളരെയധികം പോസിറ്റീവായിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലുള്ള അൺസർട്ടനിറ്റിയും ഒക്കെ ഇന്ത്യൻ എക്കണോമിയെ വലിയ തോതിൽ പിടിച്ചു കുലുക്കിയിട്ടില്ലെന്നാണ് സഞ്ജയ് മൽഹോത്ര പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ് ഗ്രോത്തും അതേപോലെ ലോ ഇൻഫ്ലേഷനും നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് RBI ഗവർണർ പറയുന്നത്. ഇതുകൂടാതെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീലും അതുപോലെ US ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീല് ഓൾറെഡി
പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കമ്മിലേക്ക് പോകുന്നതുമൊക്കെ നമ്മുടെ മാർക്കറ്റിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ലോങ് ടേം ഗ്രോത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ബാങ്കുകളുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുവാനുള്ള പോളിസിയുടെ ഭാഗമായിട്ട് നിലവിലുള്ള സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി അഥവാ SDF അത് 5% നിലനിർത്താൻ തന്നെ RBI തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എമർജൻസി ബാങ്കുകൾ RBIയിൽ നിന്ന് ബോറോ ചെയ്യുമ്പോൾ അതിന് പറയുന്നതാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് റേറ്റ് അഥവാ MSF അത് 5.5 ആയിട്ട് നിലനിർത്താനും RBI തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ബാങ്കിങ് മേഖലയിലുള്ള ലിക്വിഡിറ്റി താഴാതെ നോക്കാനുള്ള ജാഗ്രത അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ഇൻഫ്ലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതായത് 2 മുതൽ 6% വരെയുള്ള ആ ഒരു ടോളറൻസ് ബാൻഡിനുള്ളിൽ ഇൻഫ്ലേഷൻ നിൽക്കുന്നുണ്ട് എന്നത് ഒരു പോസിറ്റീവ് സൈനായിട്ടാണ് കാണുന്നത്. അതുപോലെ FY27 Q1 അത് 4% ആയിട്ടും Q2 4.2% ആയിട്ടും ഉയരുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉയർന്നു കഴിഞ്ഞാലും 4.2 എന്നുള്ള ഒരു മാക്സിമം ലെവലാണ് FY27 പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു 6നും 2നും ഇടയ്ക്കുള്ള ആ ഒരു ടോളറൻസ് ലെവലിൽ ഇൻഫ്ലേഷൻ നിലനിർത്താൻ കഴിയുമെന്നാണ് സഞ്ജയ് മൽഹോത്ര ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതുപോലെ സെൻട്രൽ ബാങ്ക് അവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് റിവേഴ്സ് ചെയ്തിട്ടുണ്ടെന്നും അത് 7.3 നിന്ന് 7.4 ആയിട്ട് FY26 ഉയർത്തിയിട്ടുണ്ടെന്നും അതുപോലെ Q1 6.9ഉം Q2 7%ആയിട്ടാണ് GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ റുപ്പിയുടെ ലെവൽ ആ 90 എന്ന ലെവലിൽ തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണാം. അതുപോലെ അഡ്വാൻസ് ഡിക്ലൈൻ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 43% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 52% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിട്ട്. അപ്പോൾ മാർക്കറ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും ബ്രോഡ് മാർക്കറ്റിൽ ശക്തമായ ബൈങ് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഷോർട്ട് ടേമിൽ 25,500 ഒരു സപ്പോർട്ട് ലെവലും 25,700 ഒരു റെസിസ്റ്റൻസ് ലെവലുമായിട്ട് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയും. എന്നാൽ ഈ ഒരു ലെവലുകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്കാണെങ്കിൽ 25,350 മുകളിലോട്ട് 25,900 എന്ന ലെവലിന് ഇടയ്ക്ക് ആ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്ന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം FIAs അവർ ഇന്ന് ശക്തമായൊരു ബൈങ് നടത്തിയായിട്ട് കാണാം. 1950 കോടിയുടെ ഒരു ബൈങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അവർ ശക്തമായ സെല്ലിങ് നടത്തിയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതും ഒരു മാർക്കറ്റിൽ പോസിറ്റീവ് സൈനായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് സെക്ടോറൽ ഇൻഡെക്സുകളിൽ കാര്യമായൊരു മൂവ് നടത്തിയ സെക്ടറാണ് FMCG സെക്ടർ. അവിടെ 2% ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന് സഹായിച്ചിട്ടുള്ളത് ITCയിൽ ഉണ്ടായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവാണ്. അപ്പോൾ ITC ഏകദേശം 5% ഒരു പോസിറ്റീവ് ക്ലോസിങ്ങിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. അപ്പോൾ അവിടെ നുവാമ പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഏജൻസികൾ ITCയുടെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ കഴിഞ്ഞെന്നും ഇനി അത് തിരിച്ചു വരുമെന്നും ഉള്ള ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്തിയതായിട്ട് കാണാം. കാരണം സിഗരറ്റിൻ്റെ പ്രൈസ് അവർ ഉയർത്തി തുടങ്ങിയിട്ടുണ്ടെന്നും പ്രത്യേകിച്ച് ഇവർക്ക് പ്രൈസിങ് പവർ ഉള്ളത് കൊണ്ട് തന്നെ സിഗരറ്റിൻ്റെ സെല്ലിംഗ് വോളിയത്തിൽ വലിയ ഡിപ്പ് ഉണ്ടാവുകയില്ല എന്നുമാണ് നുവാമ പറയുന്നത്. അതുകൂടാതെ അടുത്ത ഒരു 2 വർഷത്തേക്ക് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ടാക്സ് ഹൈക്ക് സിഗരറ്റിൽ കൊണ്ടുവരില്ല എന്നുള്ളതും ഇവർ പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ITCക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് അവർ നൽകുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇന്ന് ITCയിൽ കാര്യമായ ബ്ലോക്ക് ഡീലൊക്കെ നടന്നിട്ടുണ്ട്. ഏകദേശം 1.3 കോടിയുടെ ഷെയറുകൾ ബ്ലോക്ക് ഡീലിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് 321 എന്ന ലെവലിലാണ്. അപ്പോൾ മാർക്കറ്റിനേക്കാൾ 4% പ്രീമിയത്തിലാണ് അത് ട്രേഡ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു മൂവാണ് ഇന്ന് ITCയിൽ ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ITC മാത്രമല്ല ഈ സിഗരറ്റ് റിലേറ്റഡ് ആയ സ്റ്റോക്കുകൾ ഇപ്പോൾ ഗോഡ്രെ ഫിലിപ്സ് VST ഇൻഡസ്ട്രീസ് ഒക്കെ അതിൻ്റെ താഴ്ചയിൽ നിന്നും ഒരു റിക്കവറി നടത്തിയതായിട്ട് കാണാം. കൂടാതെ ITCയുടെ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിരുന്നു. നെറ്റ് പ്രോഫിറ്റിലും ഓപ്പറേഷൻ റവന്യൂവിലൊക്കെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഈ സ്റ്റോക്കിൽ പോസിറ്റീവായി വന്നതായിട്ട് കാണാം. ഇതുപോലെ മറ്റൊരു സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന LICയുടെ ഷെയർ പ്രൈസിൽ ഇന്ന് കാര്യമായ ഒരു മൂവ് ഉണ്ടായിട്ട് കാണാം. അപ്പോൾ അവരുടെ കഴിഞ്ഞ 9 മാസ ഹിസ്റ്ററിയിൽ ഏറ്റവും ഹയ്യസ്റ്റ് സിംഗിൾ ഡേ മൂവ് ഇന്ന് നടന്നായിട്ട് കാണാം. ഏകദേശം 7% കൂടുതലൊരു റാലി ഇന്ന് LIC ഷെയറിലുണ്ടായി. അപ്പോൾ സാധാരണ LIC ഷെയറിൽ നടക്കാതിരുന്ന ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി വളരെ വേഗമായിട്ട് ഇന്ന് നടന്നായിട്ട് കാണാം. അപ്പോൾ ഇവരുടെ റിസൾട്ടും വളരെ സ്ട്രോങ് ആയിട്ട് വന്നിരുന്നു. പ്രത്യേകിച്ച് GST കട്ട് അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ടിൽ ബാധിച്ചിട്ടില്ലെന്നാണ് പല ബ്രോക്കറേജുകളും പറയുന്നത്. ഇപ്പോൾ ബെയിൻസ്റ്റീനൊക്കെ ഇതിൻ്റെ ടാർഗറ്റ് ഉയർത്തിയായിട്ട് കാണാം. അതുപോലെ സിറ്റി പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കറേജും LICയുടെ ടാർഗറ്റ് ഉയർത്തിയിട്ടുണ്ട്. സിറ്റി 1370 എന്ന ടാർഗറ്റാണ് ഇതിന് ഉള്ളത്. ബെൻസ്റ്റീൻ്റെ ടാർഗറ്റ് 1190 ആണ്. വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്ന 2 പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണ് ITCയും ഇതേപോലെ LICയും. അപ്പോൾ ഇതിൽ ശക്തമായ ബൈങ് ഇന്ന് ഉണ്ടായതായിട്ട് കാണാം. വാല്യൂ ബൈങ്ങിൻ്റെ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ദൗത്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.